നമുക്കിന്ന് ഒരു പ്രേമലേഖന കഥ കേട്ടാലോ? ബാ. ആരുടെയെന്നല്ലേ? എൻ്റെ അപ്പൻ്റെ അമ്മേൻ്റെ തന്നെ കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എൻ്റെ അപ്പൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് കത്തുകൾ എഴുതാൻ കേട്ടോ. അന്ന് കോൺടാക്ട് ചെയ്യാൻ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്ത കാരണം കത്തുകളായിരുന്നു കേട്ടോ. ഈ കത്തിൻ്റെ ബോർഡർ വന്നിട്ട് ഒരു ബ്ലൂവും റെഡും കളറാണ്. ഇന്നലെ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ കത്ത് എൻ്റെ മൈൻഡിൽ വന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരാഗ്രഹം കത്ത് എഴുതാൻ. അതിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയാവും തന്നെ കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലെന്തെങ്കിലും ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നെ വെച്ചോണ്ടിരിക്കണമെന്നല്ലേ. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് റെഡി ആയിട്ടോ. രാവിലെ എണീറ്റ് ബ്രഷും ചെയ്ത് ഡ്രസ്സും മാറി നേരെ ബൈക്ക് എടുത്ത് നേരെ വിട്ടു കേട്ടോ. പുൽപ്പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്, പോസ്റ്റ് ഓഫീസിലേക്ക്. പോകുന്ന വഴിക്ക് 2-3 പരിപാടി വേറെ ഉണ്ടായിരുന്നേ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവീൺ ചേട്ടൻ അടുത്ത് പോയിട്ട് കുറച്ച് പേയ്മെൻറ്റും കൂടെ കൊടുക്കണമായിരുന്നു. അതും കൊടുത്ത് നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു. വയനാട്ടിൽ ഇപ്രാവശ്യം ഒടുക്കത്തെ ക്ലൈമറ്റ് ആണോ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നേ. ഏകദേശം ഒരു 9-9:30 വരെയൊക്കെ തണുപ്പ് ഇതുപോലെ തന്നെ നിലനിൽക്കും കേട്ടോ. ഞാൻ പോയ സമയത്തും കുറച്ച് തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം പുൽപ്പള്ളി എത്തിയപ്പോഴാണ് ആ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. സൺഡേ ആയത് കാരണം പോസ്റ്റ് ഓഫീസ് തുറക്കില്ല കേട്ടോ. അപ്പം നമ്മൾ പെട്ടു ഗേസ്. ഇനിയൊന്നുമില്ല, നാളത്തേക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നാളെ കാണാം. ബൈ ഗേസ്.